ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിലാണ് ഇപ്പോൾ ഞാൻ. നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. റാഞ്ചി വലിയൊരു പട്ടണമൊന്നുമല്ല. നഗരത്തിലെ 1-2 സ്ട്രീറ്റുകൾ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൈതാനങ്ങളും വെളിംപറമ്പുകളുമെല്ലാമാണ് കാഴ്ചകൾ. ഞായറാഴ്ചയാണ്. മൈതാനത്ത് കുട്ടികൾ കളിക്കുന്നു. ചെറിയ വീടുകളുള്ള പ്രദേശങ്ങൾ. ഞങ്ങൾ വലിയ പാറക്കെട്ടുകളുള്ള ഒരു മലയുടെ അടിവാരത്തേക്കെത്തി. ടാഗോർ ഹിൽ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഒരു ഗേറ്റ്. അതിനടുത്ത് കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. പടിക്കെട്ടിലിട്ട സ്റ്റോൺ സ്ലാബുകൾ പലതും ആളുകൾ പൊളിച്ചെടുത്തുകൊണ്ടു പോയിരിക്കുന്നു. ഇത്തരം കവാടങ്ങൾ പലയിടത്തുമുണ്ട്. വീണ്ടും മലയുടെ മുകളിലേക്ക് പോകാം. ഇവിടെ പഴയൊരു കെട്ടിടം അല്പമൊന്ന് നവീകരിച്ചു നിർത്തിയിട്ടുണ്ട്. ഇത് രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധമുള്ള ഒരു വീടാണ്. ടാഗോറിന്റെ സഹോദരന്റെ വീടായിരുന്നു പണ്ടിത്. അതിനാൽ ടാഗോറും ഇടയ്ക്കെല്ലാം ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ മലയ്ക്ക് ടാഗോർ ഹിൽ എന്ന പേര് ലഭിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ മൂത്ത ജ്യേഷ്ഠൻ ജ്യോതിരീന്ദ്രനാഥ് ടാഗോർ 1912 ഒരു സായിപ്പിന്റെ പക്കൽ നിന്ന് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. ബംഗാളി നാടകകൃത്തും എഡിറ്ററും ചിത്രകാരനുമെല്ലാമായിരുന്നു ജ്യോതിരീന്ദ്രനാഥ്. അനുജൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചയാളായിരുന്നു അദ്ദേഹം. ഭാര്യ മരിച്ചതോടെ ഒരു സന്യാസിയുടേതിന് തുല്യമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞ ജ്യോതിരീന്ദ്രനാഥ് ശാന്തിധാം എന്ന പേരിൽ ഈ വീട് പണിത് പുറം ലോകവുമായി വലിയ ബന്ധങ്ങളില്ലാതെ ഇവിടെ കഴിഞ്ഞു. ഇടയ്ക്കിടെ ഇവിടെ വന്ന് താമസിച്ചിരുന്ന രവീന്ദ്രനാഥ ടാഗോറിന് പല പുസ്തകങ്ങളും എഴുതാൻ പ്രചോദനമായത് ഈ മലമുകളിലെ ശാന്തതയാണ്. ഇനിയും പടികൾ കയറി മുകളിലേക്ക് പോകാം. മനോഹരമായി ഗ്രാനൈറ്റ് ഇട്ടിരുന്ന നിലമാണ്. ഇപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പകുതി ദൂരം കയറി താഴേക്ക് നോക്കുമ്പോൾ റാഞ്ചി നഗരം കാണാം. മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ വലിയ നഗരമൊന്നുമല്ല ഇത്. വലിയ ഫ്ളാറ്റുകൾ പുതിയ കാലത്ത് വന്നവയാണ്. വൈകുന്നേരമായതിനാലാവാം ധാരാളം ആളുകളുണ്ടിവിടെ. നല്ല തണുപ്പുമുണ്ട്. മലമുകളിൽ കൂറ്റൻ ഉണ്ടപ്പാറകളാണ്. അതാണ് ഇവിടുത്തെ ഒരു ആകർഷണവും. ഞാൻ മലയുടെ മുകൾ ഭാഗത്തേക്കെത്തി. പണ്ട് ഈ മലമുകളിൽ ഒരു സായിപ്പാണ് ബംഗ്ലാവ് പണിത് താമസിച്ചിരുന്നത്. പ്രശാന്ത സുന്ദരമായ ധ്യാനിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. നഗരത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുകയാണ് ടാഗോർ ഹിൽ. ചെറുപ്പക്കാർ ധാരാളമായി വരുന്നു. അവരുടെ ഒരു ഉല്ലാസ കേന്ദ്രമാണിവിടം. അല്പം കഞ്ചാവടിയൊക്കെ ഉണ്ടോ എന്നും സംശയമുണ്ട്. പലയിടത്തും അതിന്റെ ഗന്ധവും ഉണ്ടായിരുന്നു. വലിയ പാറകളിൽ വെട്ടിയുണ്ടാക്കിയ പടവുകൾ. അതിലൂടെ മുകളിൽ കയറിയിരിക്കാം. അസ്തമയം കാണാം. ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ വരുന്നു. കുടുംബസമേതം വരുന്നവരുമുണ്ട്. നല്ലൊരു വ്യൂ പോയിന്റാണ്. പക്ഷേ വൃത്തിയിലൊന്നും സംരക്ഷിക്കുന്നില്ല. പേപ്പറും പ്ലാസ്റ്റിക്കും കുപ്പികളുമെല്ലാം മലയിൽ ചിതറിക്കിടക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ലെന്നേയുള്ളൂ. നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണിവിടം. മലയുടെ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു മണ്ഡപമുണ്ട്. കല്ലുകൊണ്ട് പണിത ക്ഷേത്രം പോലൊരു മണ്ഡപം. ഇതൊരു ക്ഷേത്രമാകേണ്ടതായിരുന്നു. പക്ഷേ ക്ഷേത്രമായിട്ടില്ല. അതിനൊരു കഥയും സാഹചര്യവുമുണ്ട്. ആ കഥ എൻ്റെ കൂടെയുള്ള ഡോക്ടർ അജിത് പറയുന്നുണ്ട്. ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് അജിത്. മണ്ഡപത്തിനടുത്ത് നിൽക്കുമ്പോഴും താഴെ നഗരം കാണാം. ഇങ്ങനെയാണ് റാഞ്ചി നഗരം. തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളൊന്നുമില്ല. നഗരത്തിനുള്ളിൽ തന്നെ കൃഷിയിടങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഫെബ്രുവരിയുടെ ആദ്യ ആഴ്ചയിലാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മണ്ഡപത്തിന്റെ ഗോപുരമുകളിൽ ഒരു കൊടി പറക്കുന്നു. ചുവപ്പും വെള്ളയും വരകളുള്ള കൊടി. ആദിവാസികളുടെ കൊടിയാണ്. അവരുടെ സർണ മതത്തെ പ്രതിനിധീകരിക്കുന്ന കൊടി. അത് അവിടെ സ്ഥാപിക്കാൻ ഒരു കാരണമുണ്ട്. ഈ മണ്ഡപം ഒരു ക്ഷേത്രമാക്കാൻ ഹിന്ദുമതത്തിൽപ്പെട്ട കുറച്ചുപേർ ഒരു ശ്രമം നടത്തിയിരുന്നു. ആദിവാസികൾ അതിനെ എതിർത്തു. ഇത്തരം സ്ഥലങ്ങളെല്ലാം ക്ഷേത്രമാക്കേണ്ടതില്ല എന്നവർ പറഞ്ഞു. ഇവിടുത്തെ ആദിവാസികളിൽ 3 വിഭാഗങ്ങളാണുള്ളത്. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവരും സർണ എന്ന പ്രകൃതി ആരാധകരും ക്രിസ്തുമതത്തിലേക്ക് മാറിയവരും. അതിൽ സർണകളാണ് പ്രബല വിഭാഗം. അവർ ഹിന്ദുയിസത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല.
തങ്ങളുടേതായ വിശ്വാസത്തിൽ സ്വതന്ത്രരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സർണകൾ. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളും സർണകളും തമ്മിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ക്രിസ്ത്യാനികളുമായും സർണകൾക്ക് പ്രശ്നങ്ങളുണ്ട്. മതപരിവർത്തനമാണ് കാരണം. മറ്റു മതങ്ങൾ തങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറേണ്ട എന്നാണ് അവർ പറയുന്നത്. ഈ മലമുകളിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഏതെല്ലാം വർഗീയ ജാതീയ വ്യത്യാസങ്ങളുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബുദ്ധമതക്കാരുടെ കുറെ കുടിക്കൂറകളും മലമുകളിൽ കണ്ടു. ബുദ്ധിസത്തിന്റെ സ്വാധീനം ഇവിടെയൊക്കെ ഉണ്ട് എന്നതിന്റെ തെളിവ് പോലെ. ബുദ്ധിസ്റ്റ് കുടികളാണിതെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ അജിത്തിന് മനസ്സിലായത്. പടവിൽ വിരിച്ചിരുന്ന ഗ്രാനൈറ്റ് പാളികൾ ആരോ ഇളക്കിക്കൊണ്ടു പോയിരിക്കുന്നു. ഞങ്ങൾ മലമുകളിൽ നിന്ന് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ടാഗോറിന്റെ സ്മരണകൾ ഉറങ്ങുന്ന ബംഗ്ലാവ്, അവിടവും പിന്നിട്ട് പുറത്തേക്ക് നടന്നു. ഇതൊക്കെ കുറച്ചുകൂടി വൃത്തിയിലും ഭംഗിയിലും സംരക്ഷിക്കാവുന്ന സ്ഥലങ്ങളാണ്. അനേകം ഖനികളുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വരുമാനത്തിന് ധാരാളം വഴികളുണ്ട്. എന്നാൽ ജാർഖണ്ഡിലെ സാധാരണക്കാരിലേക്കും പൊതു ഇടങ്ങളിലേക്കും ആ സമ്പത്ത് എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കൽക്കരി ഖനികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ സംസ്ഥാനം. നഗരത്തിലൂടെ യാത്ര തുടരുമ്പോൾ ഇവിടുത്തെ ഗോത്രങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ട്രൈബൽ വിഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനമാണിത്. അവരെല്ലാം പട്ടിണിപ്പാവങ്ങളൊന്നുമല്ല. ഇവിടെ കണ്ടുമുട്ടുന്നവരിൽ മിക്കവരും ഗോത്രവിഭാഗക്കാർ തന്നെ. സർക്കാർ ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ തുടങ്ങി സമൂഹത്തിൽ കാണുന്ന വലിയൊരു ശതമാനം ആളുകളും ഗോത്രവർഗക്കാരാണ്. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കയറി വന്നവരെയും കാണാം. ബീഹാറിൽ നിന്നും മറ്റും എത്തിയവർ. ഗോത്രവിഭാഗക്കാർക്ക് അവരോട് അത്ര താല്പര്യമില്ല. മറ്റു നാട്ടുകാർ വന്ന് തങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന ചിന്ത തന്നെയാണ് ജാർഖണ്ഡിലെ ഗോത്രവർഗക്കാരെ നക്സലിസത്തിലേക്കും മറ്റും എത്തിച്ചതും. ഞങ്ങൾ മറ്റൊരു മലയുടെ സമീപത്തേക്കെത്തി. വലിയ കരിമ്പാറകളുടെ മല. റോക്ക് ഗാർഡൻ എന്ന പ്രദേശമാണിത്. വലിയൊരു പാറക്കെട്ട് ഗാർഡനാക്കി രൂപപ്പെടുത്തിയതാണ്. നഗരത്തിനകത്ത് തന്നെ ഒരു ഉദ്യാനം. പാറക്കെട്ടുകളെ കണക്ട് ചെയ്ത് ഒരു ചെറിയ തൂക്കുപാലം. ആളുകൾക്ക് വന്നിരിക്കാനും സമയം പോക്കാനുമെല്ലാമുള്ള ചെറിയ സംവിധാനങ്ങൾ. നഗരത്തിനകത്തു തന്നെയാണ് ഇതെല്ലാം എന്നോർക്കണം. റാഞ്ചി നഗരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൊന്നുമില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. അതിനാൽ ഇന്ന് നഗരത്തിലെ കുറച്ചു കാഴ്ചകൾ കണ്ട ശേഷം നാളെ നഗരത്തിന് പുറത്തേക്ക് പോകാനാണ് എന്റെ തീരുമാനം. ഞാൻ നടന്ന് റോക്ക് ഗാർഡന്റെ ഒരറ്റത്തേക്കെത്തി. മനോഹരമായൊരു പ്രദേശമാണിത്. നല്ല വ്യൂ പോയിന്റുകളുള്ള ഇടം. പാറക്കെട്ടിന്റെ ചെരുവിൽ നിന്നാൽ അസ്തമയം കാണാം. താഴെ ഒരു വലിയ തടാകം. പാറക്കെട്ടിൽ പല പല ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. റാഞ്ചി നഗരവാസികളുടെ മറ്റൊരു സായന്തന വിശ്രമ കേന്ദ്രമാണിവിടം. കങ്കേ ഡാമാണിത്. അതിന്റെ ഒരു ഭാഗത്ത് കുറെ പടവുകൾ കെട്ടിയിറക്കിയിട്ടുണ്ട്, ഘട്ടുകൾ പോലെ. ആ പടവുകളിലും ആളുകൾ ഇരുന്ന് കാറ്റുകൊള്ളുന്നു, അസ്തമയം കാണുന്നു. ജാർഖണ്ഡിന്റെ പല ഭാഗങ്ങളിലും തടാകങ്ങളും ഡാമുകളുമെല്ലാമുണ്ട്. നേരത്തെ ഞാൻ പോയി കണ്ട പത്രാത്തു തടാകം പോലെ ഇതും ഒരു ഡാമിന്റെ റിസർവോയറാണ്. കങ്കേ ഡാമിന്റെ റിസർവോയർ 1954 പണി പൂർത്തിയായ ഡാമാണിത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ഓയിൽ പെയിന്റിംഗ് പോലെ തോന്നുന്ന ദൃശ്യം. ചെറിയ മൂടൽമഞ്ഞുണ്ട്. നഗരത്തിലെ ആളുകളുടെ ഒരു റിക്രിയേഷണൽ ഏരിയയാണ് ഇതും. വൈകുന്നേരങ്ങളിൽ നിരവധി പേർ ഇവിടേക്ക് വരും. പാറക്കെട്ടിന് മുകളിൽ നിന്ന് കങ്കേ ഡാമും അതിനപ്പുറത്തെ അസ്തമയവുമൊക്കെ ആസ്വദിച്ച് ഇവിടെ അങ്ങനെ നിൽക്കും. നല്ല തണുപ്പുണ്ട്. വലിയൊരു ഒറ്റപ്പാറക്കെട്ടാണ് ഇതെന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നു. സുഖകരമാണ് വൈകുന്നേരം ഇവിടുത്തെ നിൽപ്പ്, പ്രത്യേകിച്ച് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഞായറാഴ്ച കൂടിയാണിന്ന്. മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് താഴെഭാഗമാണോ മുകൾ ഭാഗമാണോ എന്ന് സംശയം തോന്നും. ആകാശത്തിലെ വർണ്ണങ്ങൾ തടാകത്തിൽ പ്രതിഫലിക്കുമ്പോൾ അവ രണ്ടും ഒന്നാണെന്ന് തോന്നും. സഞ്ചാരത്തോടൊപ്പം അമേരിക്കയിലൂടെ ഒരു ദീർഘയാത്ര നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര.
വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. ഞങ്ങൾ അവിടെ നിന്നിറങ്ങുമ്പോൾ പുറത്ത് വഴിയോര കച്ചവടം പൊടിപൊടിക്കുകയാണ്. വലിയ റെസ്റ്റോറന്റുകളിലേക്കല്ല നാട്ടുകാർ കൂടുതലായി പോകുന്നത്, ഇത്തരം വഴിയോര കടകളിലേക്കാണ്. ഇവിടെ വിൽക്കുന്നത് വിചിത്രമെന്ന് തോന്നുന്ന 2 പലഹാരങ്ങളാണ്: ആലു ചാപ്പ്, ബ്രെഡ് ചാപ്പ് എന്നിവ. ആലു ചാപ്പ് നമ്മുടെ സമോസ പോലെയിരിക്കും. അതിന്റെ ഉള്ളിൽ ആലു അഥവാ ഉരുളക്കിഴങ്ങാണുള്ളത്. കൗണ്ടറിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഇരുന്ന് പലഹാരങ്ങൾ ചുടുന്നു. ബ്രെഡ് കഷ്ണങ്ങൾ മാവിൽ മുക്കി എണ്ണയിലേക്കിടുകയാണ്. ബ്രെഡ് ത്രികോണാകൃതിയിൽ മുറിച്ച് മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ് ബ്രെഡ് ചാപ്പ്. ആവശ്യക്കാർക്ക് നല്ല ചൂടോടെ ഇത് കിട്ടണം. തണുപ്പ് കാലത്ത് ഉത്തരേന്ത്യയിൽ വഴിയോര കടകളിലെല്ലാം നല്ല ചൂടുള്ള ഭക്ഷണമേ കിട്ടൂ. നിരന്തരം വറുത്തു കോരിക്കൊണ്ടിരിക്കുന്നു. കോരുന്നതെല്ലാം അപ്പോൾ തന്നെ വിറ്റുപോകുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ മേശപ്പുറത്തോ ചില്ലലമാരിയിലോ ഇരുന്ന് തണുത്തുപോയതൊന്നും ഇവരാരും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കടകളിലും ഇത്തരം സാധനങ്ങൾ തത്സമയം ചുട്ടുകൊണ്ടിരിക്കും. പഴംപൊരിയൊക്കെ തണുത്താലും കഴിക്കുന്നതാണല്ലോ നമ്മുടെ ശീലം. ഇവിടെയൊന്നും നല്ല ചൂടില്ലെങ്കിൽ ആളുകൾ വാങ്ങില്ല. ചുടുന്നതാകട്ടെ അപ്പോൾ തന്നെ വിറ്റുപോകുന്നു. വിളമ്പിക്കൊടുക്കാൻ 2 പേരുണ്ട്. പുതിന ചട്നി കൂട്ടിയാണ് കൊടുക്കുന്നത്. ആവശ്യാനുസരണം മുളകുപൊടിയോ മസാലയോ ആലു ചാപ്പിൽ വിതറുന്നു. ഇന്ന് കച്ചവടം കൂടാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്തോ പരിപാടി നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ മൈതാനത്ത്. അവിടെ നിന്ന് ആളുകൾ വന്ന് വിഭവങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. സ്ത്രീക്ക് വിശ്രമമില്ലാത്ത ജോലിയാണിന്ന്. എണ്ണയിൽ കിടന്ന് മുരിഞ്ഞത് ഒരു തട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ് പരന്നു കഴിഞ്ഞു. ഞാൻ ഈ വിറകടുപ്പിനടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്. വറുക്കുന്നത് ട്രെയിലേക്ക് വരുന്നത് അപ്പോൾ തന്നെ വിറ്റുപോകുന്നു. വഴിയോര കടകളിൽ ലഭിക്കുന്നത് മിക്കതും നല്ല രുചികരമായ വിഭവങ്ങളാണ്. പക്ഷേ പലതിനും വൃത്തിയില്ല. മാത്രമല്ല ഇവർ ഉപയോഗിക്കുന്ന എണ്ണ നല്ലതാണോ എന്ന് സംശയം വരും. ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ വലിയ ആശങ്കകളൊന്നും പുലർത്തിയിട്ട് കാര്യമില്ല. വഴിയോരക്കടകളിൽ നിന്ന് ഒട്ടേറെ തവണ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ വയറ്റിൽ വലിയ പ്രശ്നമുണ്ടായിട്ടില്ല. ഒരിടത്ത് മുട്ട വിഭവം മാത്രമാണ് കച്ചവടം. പോച്ച്ഡ് എഗ്ഗാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനും നല്ല ചെലവുണ്ട്. പോച്ച്ഡ് എഗ്ഗിന്റെ പാചകം ഞാൻ കണ്ടുനിന്നു. വലിയ തവി പോലുള്ള ഒരു കുഴിഞ്ഞ പാത്രത്തിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു. അതിൽ ഉപ്പും മസാലപ്പൊടികളും ചേർക്കുന്നു. ബീഹാറിലും ജാർഖണ്ഡിലുമെല്ലാമുള്ള പ്രധാന വിഭവമാണ് പോച്ച്ഡ് എഗ്. ഉള്ളി അരിഞ്ഞതിടുന്നു, മുളകിടുന്നു, പിന്നെ മല്ലിയില അരിഞ്ഞിടുന്നു. ഓംലെറ്റും ബുൾസൈയും ഒന്നും ഇവിടെ കടകളിൽ സാധാരണയായി കാണാറില്ല. പോച്ച്ഡ് എഗ്ഗിനാകട്ടെ നല്ല കച്ചവടവുമാണ്. അതങ്ങനെ കുഴിയൻ പാത്രത്തിൽ കിടന്ന് കുറച്ചുനേരം വേകും. പിന്നെ ഒരു വലിയ സ്പൂൺ കൊണ്ട് അതിനെ ഒന്ന് മറിച്ചിടുന്നു. അപ്പോഴേക്കും ഇഡലി പോലുള്ള ഒരു രൂപത്തിലേക്ക് മുട്ട മാറിയിരിക്കും. മറിച്ചിട്ട് കുറച്ചുനേരം വേവിക്കും. പിന്നെ അത് ഒരു പേപ്പർ പ്ലേറ്റിനകത്തേക്ക് കമഴ്ത്തി കുറച്ച് കുരുമുളക് പൊടിയും മറ്റുമിട്ട് ഒരു ഐസ്ക്രീം സ്പൂണും വെച്ചു കൊടുക്കുന്നു. അതിവിടുത്തെ ഹോട്ട് സെല്ലിംഗ് വിഭവമാണ്. വേറൊരു കടയിൽ കുറെ മൺകപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഡിസൈൻഡ് മൺകപ്പുകളാണ്.
അതിൽ നല്ല ചൂട് ചായ കിട്ടും. ചായ തിളച്ചു കുറുകിക്കൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലത്ത് ലസ്സിയുടെ വിൽപ്പനയും മൺകപ്പുകളിലായിരിക്കും. കുടുക്ക പോലുള്ള ഈ പാത്രത്തിലും മൺകപ്പിലും ചായ കിട്ടും. ചായ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നതും മൺകലത്തിലാണ്. നല്ല കൊഴുത്ത ചായയാണ്. കുറെ കപ്പുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് കഴുകുന്ന പരിപാടിയൊന്നുമില്ല. ഉള്ളിലെ പൊടിയും ചാരവുമൊക്കെ കൈകൊണ്ട് ഒന്ന് തുടച്ചു കൊട്ടിക്കളയുന്നു. തിളച്ച ചായയാണല്ലോ അതിൽ ഒഴിക്കുന്നത് എന്ന ധൈര്യത്തിൽ കുടിക്കാം. കേരളീയമായ വൃത്തിബോധവുമായി ജാർഖണ്ഡിലും ബീഹാറിലുമൊക്കെ വഴിയോര ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ബുദ്ധിമുട്ടും. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ധീരമായ തീരുമാനമെടുത്ത് വാങ്ങിക്കഴിക്കേണ്ടി വരും. ഞാനും ധീരമായ തീരുമാനമെടുത്തു, ഒരു ചായ വാങ്ങിക്കുടിക്കാൻ. മധുരം വേറെ ഇടേണ്ട, പഞ്ചസാര ചേർത്ത് തന്നെയാണ് തിളപ്പിച്ചിരിക്കുന്നത്. ആഘോഷം നടക്കുന്ന അടുത്തുള്ള മൈതാനത്തേക്ക് ഞാൻ ചെന്നു. മൊറാബാദി ഗ്രൗണ്ട് എന്നാണ് ഈ മൈതാനത്തിന്റെ പേര്. അവിടുത്തെ കൊടിതോരണങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആദിവാസികളുടെ പരിപാടിയാണെന്ന്. വെളുപ്പും ചുവപ്പും വരകളുള്ളത് ഇവിടുത്തെ ആദിവാസി കൊടിയാണ്. മൈതാനത്ത് നിറയെ ആളുകളുണ്ട്. ഇന്നലെയും ഇന്നുമായി, അതായത് ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കുന്ന രാഷ്ട്രീയ ജത്ര മഹോത്സവ് എന്ന പരിപാടിയാണ്. ഏതാനും ചെറുപ്പക്കാർ നൃത്തം ചെയ്യുന്നു. ആദിവാസി നൃത്തം ഇങ്ങനെയൊക്കെയാണ്. മറ്റു പ്രദേശങ്ങളിലെന്ന പോലെ ജാർഖണ്ഡിലും ആദിവാസികൾക്ക് പ്രത്യേക നൃത്തവും സംഗീതവുമെല്ലാമുണ്ട്. സന്താൾ, മുണ്ട, ഉറാവോ തുടങ്ങിയ ഗോത്രങ്ങളിലുള്ളവരെല്ലാം ഉണ്ടിവിടെ. മിക്കവരും സർണമതക്കാരാണ്. സ്റ്റേജിൽ സംഗീത പരിപാടിയും അതിനിടയിൽ പ്രസംഗവുമെല്ലാം നടക്കുന്നു. രാഷ്ട്രീയ ജത്ര മഹോത്സവ് എന്നാണ് ഇതിന്റെ പേര്. ഈ പരിപാടിയുടെ അവസാന ദിനമാണിന്ന്. വിവിധ ഗോത്രങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ ജത്ര മഹോത്സവ് കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിലെ തന്നെ പ്രമുഖമായൊരു സാംസ്കാരിക പരിപാടിയാണ് രാഷ്ട്രീയ ജത്ര മഹോത്സവ്. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ കലാസംഘങ്ങൾ തങ്ങളുടെ ഭാഷയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയാണ് ഈ വേദിയിൽ. ജാർഖണ്ഡിലെ ആദിവാസി കലാരൂപങ്ങൾ അതിന്റെ തനിമയോടെ പ്രദർശിപ്പിക്കുകയും സംരക്ഷിച്ച് നിലനിർത്തുകയുമാണ് ഈ മഹോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. രാത്രി 10 മണി വരെയും ഇവിടെ പരിപാടികൾ ഇങ്ങനെ നടക്കും. ഇപ്പോൾ 8:30 കഴിഞ്ഞിരിക്കുന്നു. ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നു. ജാർഖണ്ഡിൽ ആദിവാസി ഗോത്രങ്ങൾ വളരെ പ്രബലമാണ്. ഈ സംസ്ഥാനം രൂപപ്പെട്ടതു മുതൽ ഇവിടം ഭരിക്കുന്നതും ഗോത്രവിഭാഗക്കാർ തന്നെ. സന്താൾ വിഭാഗക്കാരനായിരുന്ന ബാബുലാൽ മറാണ്ടിയായിരുന്നു ആദ്യ മുഖ്യമന്ത്രി. മറ്റൊരു സന്താൾ നേതാവും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സ്ഥാപകനുമായ ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലുള്ളത്. പ്രധാന കൊടിമരത്തിന്റെ ചുവട്ടിൽ ചില പൂജാകർമ്മങ്ങൾ നടന്നതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ആദിവാസി പാരമ്പര്യ രീതിയിലുള്ള പൂജകളോടെയാണ് രാഷ്ട്രീയ ജത്ര മഹോത്സവം ആരംഭിക്കുക. ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്നു. ഇനി ഹോട്ടലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഇന്നലെ രാത്രിയിൽ ഞാൻ കാര്യമായി ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ 1 മണിക്കാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. അതുകൊണ്ട് ഉറക്കം തീരെ നടന്നിട്ടില്ല. ഹോട്ടലിലെത്തി. ഇന്ന് നന്നായി ഒന്നുറങ്ങണം. രാവിലെ യാത്ര പുറപ്പെടുകയും വേണം. ഞാൻ മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എണീറ്റ് റെഡിയായി റമദ ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി. 8 മണിയായപ്പോഴേക്കും കാറുമായി പ്രമോദ് എത്തിയിട്ടുണ്ട്. ഡോക്ടർ അജിത്തുമുണ്ട് അകത്ത്. ഞങ്ങൾ ആ കാറിൽ യാത്ര ആരംഭിച്ചു. റാഞ്ചി നഗരത്തിൽ ഇനി വലിയ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതിനാൽ ഞാൻ ജാർഖണ്ഡിന്റെ ഉൾനാടുകളിലേക്കും ഗോത്രഗ്രാമങ്ങളിലേക്കും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രമോദ് കാര്യമായി സംസാരിക്കുകയൊന്നുമില്ല. അജിത്തിന് ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അജിത് ഡോക്ടറാണ്, ഗോത്രവർഗക്കാരനുമാണ്. നഗരം പിന്നിട്ട് വടക്കു കിഴക്ക് ദിശയിലാണ് ഞങ്ങൾ പോകുന്നത്. ഹസാരിബാഗിലേക്കും മറ്റും നീണ്ടുകിടക്കുന്ന ഹൈവേ. അവിടെ നിന്നും ബീഹാറിലേക്കും പശ്ചിമ ബംഗാളിലേക്കുമെല്ലാം പോകാം. ഇന്ന് സന്താൾ ഗോത്രത്തിന്റെ പല ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ രാജറപ്പ എന്നൊരു തീർത്ഥാടന കേന്ദ്രത്തിലും പോകണം.
മൃഗബലിയൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ് അവിടെയുള്ളത്. ഗ്രാമീണ ജീവിതം, കാർഷിക ജീവിതം എന്നിവയൊക്കെ കാണണം. ഗോത്രഗ്രാമങ്ങൾ പലതിലും ഗ്രാമചന്തകളുണ്ട്. അങ്ങനെ ജാർഖണ്ഡിന്റെ ഉൾനാടുകളിലെ വ്യത്യസ്തമായ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര. ദാമോദർ, ഭൈരവി തുടങ്ങിയ നദികളുടെ തീരഗ്രാമങ്ങളിലേക്ക് 4 വരി ഹൈവേ ആണ്. ടോൾ പിരിവുമുണ്ട്. NH-20 ഭാഗമായ പാതയാണിത്. ഹസാരിബാഗ് ടോൾ വേ എന്നറിയപ്പെടുന്നു. ഫാസ്ടാഗ് ഉള്ളതുകൊണ്ട് വലിയ തിരക്കില്ല. റാഞ്ചി പിന്നിട്ട് വടക്ക് കിഴക്കൻ ദിശയിൽ പോകുമ്പോൾ വനപ്രദേശങ്ങൾ കണ്ടു തുടങ്ങുന്നു. ജാർഖണ്ഡ് എന്ന പേരിന്റെ അർത്ഥം തന്നെ ഫോറസ്റ്റ് ലാൻഡ് എന്നാണ്. പണ്ടുമുതലേ ഇത് വനപ്രദേശം തന്നെയായിരുന്നു. ആ വനങ്ങൾ മുഴുവൻ ആദിവാസികളുടെ അധിവാസ പ്രദേശങ്ങളായിരുന്നു പണ്ട്. പിന്നീട് ഖനികൾ വന്നത് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ചു. പാശ്ചാത്യരാണ് ഖനികൾ ആരംഭിക്കുന്നത്. അവർ അതിനായി ആദിവാസികളുടെ കൃഷിയിടങ്ങളും വനവുമൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്തു തുടങ്ങി. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സമ്പന്നരായ ആളുകളും ഇവിടേക്ക് വന്ന് ആദിവാസികളെ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. അതോടെ സന്താൾ ഉൾപ്പെടെയുള്ള ഗോത്രങ്ങളുടെ ജീവിതം വെല്ലുവിളി നിറഞ്ഞതായി. അവർ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ആ അവസരത്തിൽ പല നക്സൽ ഗ്രൂപ്പുകൾ ഇവിടെ പിടിമുറുക്കി. മാവോയിസ്റ്റുകൾ പ്രബലരായി. 1970-കൾ മുതൽ ഈ മേഖല മാവോയിസ്റ്റ് സ്വാധീനത്തിലായിരുന്നു. ജാർഖണ്ഡിന്റെ വലിയൊരു ഭാഗം മുഴുവൻ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായിരുന്നു അടുത്ത കാലം വരെ. മറ്റു നാടുകളിൽ നിന്ന് വന്നവർ തങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന തിരിച്ചറിവിൽ ആദിവാസികളിലെ ധാരാളം യുവാക്കൾ മാവോയിസ്റ്റ് സംഘടനകളിൽ ചേർന്നു. വ്യവസായികളാകട്ടെ ബീഹാറും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറിയെത്തിയവരാകട്ടെ ആദിവാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്നും ഖനനത്തിലൂടെ ധാരാളം സമ്പത്ത് കൊണ്ടുപോയെങ്കിലും ഇന്നാട്ടുകാർക്ക് കാര്യമായി ഒന്നും കിട്ടിയിരുന്നില്ല. ആ കഥകളൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. 1.5 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഇന്നത്തെ ആദ്യ ലക്ഷ്യസ്ഥാനമായ രാജ്റപ്പയിലെത്താൻ. വിചിത്രമായ കഥകളുള്ള ഒരു ക്ഷേത്രമുണ്ടവിടെ. കാർ അവിടെ എത്തുന്നതും കാത്ത് ഞാനിരുന്നു.